അപ്പൊ അളിയൻ കാര്യമൊന്നും അറിഞ്ഞില്ലേ? ഇല്ല. എന്നാൽ ഇനി ഞാനത് പറയാം, ആരും ഞെട്ടരുത്. കഴിഞ്ഞ ദിവസം ഇൻസ്റ്റാഗ്രാമിലാണെങ്കിൽ ചേച്ചിയും ദാസേട്ടൻ കോഴിക്കോടുമായിട്ട് കൊളാബ് ചെയ്ത് ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. ആ വീഡിയോയുടെ കമന്റ് ബോക്സ് ആണ് മക്കളെ നിങ്ങൾ കാണേണ്ടത്. എന്തായാലും ഞാൻ ആ ഒരു വീഡിയോ അങ്ങോട്ട് പ്ലേ ചെയ്യാം. ലേശം ഇളക്കമുള്ള കൂട്ടത്തിലാണെന്ന് തോന്നുന്നു. എന്റെ ശരീരം ഇളക്കണ്ടെന്ന് പറഞ്ഞേക്കൂ. ഭർത്താവ് മരിച്ചു കഴിഞ്ഞാൽ പിന്നെ ഭാര്യ അമിക്ക് ദൂരെ പിണ്ടം പോലെ അങ്ങ് മിണ്ടാതെ ഇരുന്നോണം. കരഞ്ഞു കരഞ്ഞ് ജീവിതം തീർക്കണം. ഈ ഒരു സെറ്റപ്പാണ് കുറെ നാറികളുടെ ഒരു രീതി. ഇനി ഞാൻ ഒന്ന് രണ്ട് കമന്റ് ഒന്ന് വായിക്കാം. പുള്ളി ഉണ്ടായിരുന്ന സമയം ഇതുപോലെ അഭിനയിക്കാനൊക്കെ അവസരങ്ങൾ കിട്ടിയിരുന്നെങ്കിൽ നെഗറ്റീവ് കമന്റ് ഒഴിവാക്കി പോയേനെ. ആള് പോയതിനു ശേഷം ഇങ്ങനെയൊക്കെ സീൻ ചെയ്യുമ്പോൾ സ്വാഭാവികമായി ആളുകൾ രണ്ട് സൈഡും ചിന്തിക്കും. നിങ്ങളുടെ ശരി എന്താണെന്ന് വെച്ചാൽ ചെയ്യുക. ഇത് ഈ ജന്മം ശരിയാവില്ല, കഷ്ടം. ഇത് കണ്ടപ്പോ സുധിച്ചേട്ടനെ പാവം തോന്നണം. ജീവിച്ചിരുന്ന കാലത്ത് വേറെ ഒരു ആണിനെ തൊടിക്കാതെ കൊണ്ട് നടന്നതല്ലേ. ഇവിടെ ആക്ടിങ് വേറെ, ലൈഫ് വേറെ. എന്റെ സുധിച്ചേട്ടനെ എനിക്കറിയാം. അതായത് രേണു തന്നെ അതിന് റിപ്ലൈ കൊടുത്തിട്ടുണ്ട്. ജീവിച്ചിരുന്നപ്പോൾ ഒരു ആണിനെയും കൊണ്ട് തൊടിയിപ്പിക്കാതെ സുധിച്ചേട്ടൻ കൊണ്ട് നടന്നെന്നാണ് പറയുന്നത്. തൊലിക്കല്ലേ എന്ന് എന്റെ പൊന്നണ്ണ, വായ്ത്താൾ അടിക്കാൻ യാവനും അറിയാം. ചിലവന് കൊടുക്കാൻ പറ്റുമെങ്കിൽ കൊടു, എങ്കിൽ അവര് വീട്ടിൽ അങ്ങ് ഇരുന്നോളൂ. അടങ്ങി ഒതുങ്ങിയിരുന്നു. മാസം ഒരു 10 ലക്ഷം രൂപ വെച്ച് അവർക്കും കൊടു ചെലവിന്. ഞാൻ മാത്രമല്ല, അവരെല്ലാവരും അടുത്തിട്ട് അവന്റെ ഹാൻസ് വെച്ച പോലെ ചേച്ചിയുടെ റൊമാൻറ്റിക് എക്സ്പ്രഷൻ ബോഡി ഷേമിങ് ചെയ്തേക്കുന്നതാണ്. ഇവനെയൊക്കെ എന്തോന്നടേ പറയേണ്ടത്? ഒന്നും പറയാനില്ല. ഒരാൾക്ക് കെട്ടിയോനില്ല, നിങ്ങൾക്ക് കെട്ടിയോനുണ്ട്. ഓർക്കുക, കെട്ടിയോൻ മരിച്ചതുകൊണ്ട് ലോട്ടറി അടിച്ചവൾ പൊളിക്കലാണല്ലോ ദാസേട്ടൻ. ദാസേട്ടന് ഒരു വൈഫുണ്ട്. അപ്പം പുള്ളിക്ക് KCB-ലൊക്കെയാണ് ജോലി. അപ്പം പുള്ളിക്ക് ലോട്ടറി അടിച്ചല്ലോ എന്നുള്ള സാധനമാണ് ഇവിടെ പറയുന്നത്. ലോട്ടറി അടിച്ചു എന്നുള്ളത്. ഇവന്റെ വീട്ടിലുള്ള ഇവന്റെ അമ്മേനെയൊക്കെ ആണെങ്കിൽ ഇതുപോലെ വേറെ ആരെങ്കിലും നോക്കുമ്പോഴേക്കും ലോട്ടറി എന്നുള്ളതിലായിരിക്കും ഇവൻ വിചാരിക്കുക. കിട്ടിയാ ഇല്ല, ചോദിച്ചു വാങ്ങിച്ചു. ഓക്കെ, ഈ കമന്റ് ബോക്സിൽ കിടന്ന് ഈ കുറയ്ക്കുന്ന ആൾക്കാർ അവർക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലും ഒരു കാര്യം നിങ്ങൾ ആരെങ്കിലും ചെയ്തു കൊടുക്കുന്നുണ്ട്? 1 രൂപയുടെ ഒരു മുട്ടായി എങ്കിലും നിങ്ങൾ ആരെങ്കിലും സഹായം ചെയ്ത് കൊടുത്തിട്ടാണോ നിങ്ങൾ ഈ കമന്റ്സ് ഇടുന്നത്? ഗോകുൽ ഉണ്ണീസ്, ഞാൻ ഇവന്റെ പേരെടുത്ത് പറയുന്നത് വെച്ച് കഴിഞ്ഞാല് കൊതുകിനുമില്ലേ. ബാക്കി നിങ്ങൾ വായിച്ചോ. സുധിയുടെ മകൻ ഇതൊന്നും കാണുന്നില്ലേ? സുധിയുടെ മകൻ തീർച്ചയായിട്ടും കാണുന്നുണ്ടാവും. സോ വാട്ട്? സുധിയുടെ മകൻ ഇല്ലാത്ത പ്രശ്നമാണോ നിനക്കൊക്കെ? അതൊന്നും എനിക്കറിയാൻ മേല. ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ പറയുമ്പോഴേ എന്റെ മനസ്സിനൊരു സന്തോഷം ഉണ്ടാവുള്ളൂ. ഞാൻ എന്റെ സന്തോഷം നോക്കിയാൽ പോരെ. ഇങ്ങനെയുള്ള ആളുകൾ, ഇത്തരം കമന്റ്സ് ഇടുന്ന ആൾക്കാർ മനസ്സിലാക്കുക, അല്ലെങ്കിൽ ഇത്തരം കമന്റ്സ് ഇടുന്ന ആളുകളുടെ, അല്ലെങ്കിൽ ഇത്രയും വൾഗർ രീതിയിലിടുന്ന ആൾക്കാരുടെ വീട്ടിലുള്ള ആൾക്കാർ മനസ്സിലാക്കുക. നിങ്ങളുടെ വീട്ടിൽ ഇരിക്കുന്നത് വലിയൊരു ക്രിമിനലാണ്. നാളെ നിങ്ങൾക്ക് നേരെ ഇവർ ഈ കമന്റിലൂടെ പറയുന്ന കാര്യങ്ങൾ നിങ്ങളുടെ അടുത്ത് പ്രവർത്തിച്ചെന്നിരിക്കും. 100% ഞാൻ യോജിക്കുന്നു. അതുപോലെ ഇന്നലെ ഒരു കമന്റ് വന്ന് പച്ചയ്ക്ക് ചീത്ത വിളിച്ചു. അപ്പൊ ഞാൻ അതിന്റെ അടിയിൽ മര്യാദ, നീ ആരാണെങ്കിലും നിയമപരമായിട്ട് തന്നെ ഇതിനുള്ള ഉത്തരം നിന്നെ കൊണ്ട് ഞാൻ പറയിപ്പിക്കും. ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, ഞാൻ കരയാൻ വേണമെങ്കിൽ 1 വർഷം മുഴുവൻ കരയാം. ഞാൻ റീലും ചെയ്യത്തില്ല, ഒന്നും ചെയ്യത്തില്ല. ഞാൻ വീട്ടിൽ കുത്തിയിരുന്ന് കരയാം. ഈ പറയുന്ന നെഗറ്റീവ് പറയുന്ന ഒരു മനുഷ്യൻ സുധിച്ചേട്ടനെ കൊണ്ട് തിരിച്ചു തരാൻ പറ്റുമെങ്കിൽ ഓക്കെ. അതല്ല ഉദ്ദേശം. കിട്ടേണ്ടതൊക്കെ കിട്ടിയല്ലോ, സമാധാനമായല്ലോ. ഇനി സ്വസ്ഥമായിട്ട് വണ്ടി റോഡിൽ പോട്ടെ. എല്ലാവർക്കും സന്തോഷമായല്ലോ. എനിക്ക് സന്തോഷമായി. എല്ലാവർക്കും പിരിഞ്ഞു പോവാം.